പ്രൈസ് ദി ലോർഡ്. നാലുപേരി പാട്ട് പാടാമെന്ന് വിചാരിക്കുകയാണ്. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ചേ കൺമണി പോൽ കരുതിയവേ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? സ്തോത്രം. ദൈവത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വ്യാഴാഴ്ച ദിവസത്തിന്റെ ഇന്ത്യയിലെ സന്ധ്യ കഴിഞ്ഞ സമയത്ത് വീണ്ടും ഒരു ഫാസ്റ്റിംഗ് പ്രയറിനായിട്ട് ഒരവസരം കൂടെ ലഭിച്ചതോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്തു. എൻ്റെ വിസയുടെ വിഷയം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിൽ ഇരിക്കേണ്ടായിരുന്നു. വിസ ശരിയാകാഞ്ഞുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. എല്ലാവരും പ്രാർത്ഥിച്ചു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വിസ 2 ദിവസം മുമ്പ് വിസ റെഡിയായി. മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ആയിരിക്കുന്നു. 1-2 ആഴ്ചക്കകം ഓസ്ട്രേലിയയിലേക്ക് കടന്നു പോകാൻ താല്പര്യപ്പെടുകയാണ്. ടിക്കറ്റൊക്കെ എടുക്കുവാനും ഒക്കെ. ബാബു ബ്രദർ ഒരാൾ മരിച്ചുപോയ ഒരു സംഭവം പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് നമ്മുടെ നഹൂം പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ പണ്ട് ഞാൻ വായിച്ചതാണ്. ഞാൻ തന്നെ വായിക്കാം. നഹൂം പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. സ്തോത്രം. അതായത് നമ്മള് ഏത് നിമിഷം സംഹാരകൻ കടന്നു വരുമെന്നോ, സംഹാരകൻ നിനക്കെതിരെ കടന്നു വരുന്നു, റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രാർത്ഥനയോടെ കോട്ട കാത്തുകൊള്ളുക, അരമുറുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ആ റെഡിനെസ്, ആത്മീയ ജീവിതത്തിലെ ആ റെഡിനെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. പലരും വളരെ അപ്രതീക്ഷിതമായിട്ട് മരണത്തിലേക്ക് കടന്നു മാറ്റപ്പെട്ടു. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ സൺഡേ, ഞങ്ങളുടെ അടുത്ത് ചർച്ച് ഓഫ് ഗോഡില് ആരാധന കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു, എൻ്റെ സെയിം പ്രായമാണ്. ആരാധന കഴിഞ്ഞ പുള്ളി സ്കൂട്ടർ എടുത്ത് ഒരു ബൈലൈനായിരുന്നു, ബൈലൈനിൽ നിന്ന് മെയിൻ റോഡിലോട്ട് വന്ന് തിരിച്ച് പുള്ളിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് വണ്ടി ഓടിച്ചു വന്നതാണ്. അപ്പോൾ സൺഡേ ആണല്ലോ, മെയിൻ റോഡിൽ വലിയ ട്രാഫിക് കാണത്തില്ലെന്ന് പുള്ളിക്ക് ഒരു ഓവർ കോൺഫിഡൻസ്. പിന്നെ പുള്ളിയുടെ ഭാഗ്യദോഷത്തിന് ഹെൽമെറ്റും ഇല്ലായിരുന്നു. തൊട്ടടുത്ത വീടാണ് എന്ന് പറയും. തങ്കച്ചാൻ അറിയുമായിരിക്കും, പഴുവൂര് അനിയൻ എന്നും പറഞ്ഞു ഇവിടെ കടയൊക്കെ ഉണ്ടായിരുന്ന. അപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളി ഈ അപ്രോച്ച് റോഡ് മെയിൻ റോഡിൽ ആകുമ്പോൾ സാധാരണഗതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും നോക്കിയിട്ട് വണ്ടി എടുക്കണം. അതാണ് ഡ്രൈവിംഗ് റൂള്. നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, 4 വീലർ ആയാലും 2 വീലർ ആയാലും. ഈ പുള്ളിക്കാരൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, പുള്ളി ഒന്നും നോക്കാതെ മെയിൻ റോഡിലോട്ട് ഇറങ്ങി. ഒരു പയ്യൻ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ ഒരു ബൈക്കിൽ വന്ന് ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. പുള്ളിക്കാരൻ മേളിലോട്ട് പൊങ്ങി തല കുത്തി വീണു. അപ്പോൾ ബ്രെയിൻ മുഴുവൻ ബ്ലീഡിങ് ആയി. 2 ദിവസം കടന്നു. ഇന്നലെ ആളും മരിച്ചു. അത് കഴിഞ്ഞ് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയി. കാരണം മോർച്ചറി വെക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആക്സിഡന്റ് കേസ് ആകുമ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് ഇല്ലാണ്ട് അവരെടുക്കുകയില്ല. പിന്നെ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് ഈ ഇൻസിഡന്റ് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യനായി. അപ്പൊ പിന്നെ അവരോട് പറഞ്ഞ വൈഫും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അവർ പാനിക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വേറെ ആരും ഇൻഫോം ചെയ്തില്ല. എന്നാലും ഇന്ന് പോസ്റ്റ്മോർട്ടം പോലീസിന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് മോർച്ചറി വെച്ചിരിക്കുകയാണ്. അപ്പോൾ
നഹൂം പ്രവാചകൻ പറയുന്ന പോലെ സംഹാരൻ എപ്പോൾ വേണമെങ്കിലും വരാം. അത് ഏത് നിമിഷം ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കറിയില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മളൊക്കെ നിലനിന്ന് പോകുന്നു. അപ്പം പല സംഭവം പിന്നെ ഇപ്പോ ടോം പറഞ്ഞല്ലോ, പിന്നെ ഹാൻഡിക്യാപ്ഡ് ചർച്ച് വേറൊരു ലാംഗ്വേജ് ആണല്ലോ പറഞ്ഞത്. അത് പല കേസിലും ഞാൻ പോകുന്ന ചർച്ചില് നേരത്തെ കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിള്ളേരെല്ലാം ഉപരി മറ്റ് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനായിട്ട് പലയിടത്തും കടന്നുപോയി. പൊതുവെ ആരുമില്ല, 1-2 പിള്ളേരുണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ കൂടെ പോകുന്നു. പിന്നെ ഇവിടുത്തെ 3rd ജനറേഷൻ നോക്കുമ്പോൾ ആരാധനയൊന്നോ പ്രാർത്ഥനയൊന്നോ ഉള്ള ഒരു വിഷയമില്ല. അത് അമേരിക്കയിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കില്ല. ആസ്ട്രേലിയയിൽ ഞാൻ അവിടെ കൂടുന്ന ചർച്ച് കണ്ടപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ഇന്ത്യ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറെ രീതിയിൽ പറഞ്ഞാൽ അതിന് കാരണം നമ്മളെ 53-ാം സങ്കീർത്തനത്തിലെ 2-ാം വാക്യം എടുക്കണമെങ്കിൽ ആരുടെയും റെഡി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് വായിക്കാം. സങ്കീർത്തനം 53 വേഴ്സസ് 2. സാം 53. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. നീതികേട് പ്രവർത്തിക്കുന്നവൻ അറിയുന്നില്ലയോ? അപ്പോൾ തിന്നുന്നത് അപ്പൊ ഇതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് എഴുതിയ സംഭവമാണ്. അത് ഒരളവ് വരെ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാന്മാര്, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ജനത, ഇതൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉപോത്ബലമായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ന്റെ 1-ാമത്തെ വാക്യം. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യെരൂശലേം ദേവാലയത്തെ പറ്റി കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവചനമാണ് വായിച്ചത്. വലിയ കാര്യമായിട്ട് ആള് കാണിച്ചു കൊടുത്താണ്. ദേവാലയത്തിന്റെ പണി കാണുന്നില്ല, വളരെ മനോഹരമായിട്ട് പണിതിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിക്കുന്ന ഒരു ദിവസം വരും. ആ പ്രവചനം AD 70 നിവൃത്തിയായി. റോമൻസ് വന്നിട്ട് തറ വരെ ഉഴുതുമറിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാരണം തറയ്ക്ക് അടിയിൽ സ്വർണം ഉണ്ടോ എന്ന് അറിയാനായിട്ട് മൊത്തം ഇടിച്ചു കളഞ്ഞിട്ട്. അപ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ, കല്ല് എന്ന് പറയുമ്പോൾ റോക്ക്, പാറ പൊട്ടിച്ച് കല്ലെടുക്കുന്നു. അപ്പോ പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, പത്രോസേ, നീ പാറയാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അപ്പോ പാറ കൊണ്ട് അല്ലെങ്കിൽ കല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ വേ ഓഫ് വർഷിപ്പ് എന്ന രീതിയിൽ വേണമെങ്കിൽ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ്. അപ്പൊ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകും എന്ന് പറയുമ്പോൾ വർഷിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ നാം ആയിരിക്കുന്നു. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷനൊക്കെ ഓൾമോസ്റ്റ് അത്യാവശ്യത്തിന് ചർച്ചയിൽ പോവും, ആരാധിക്കും. എന്നാൽ അടുത്ത തലമുറ ഏത് രീതിയിൽ ചിന്തിക്കുന്നു? പലരും, എൻ്റെ അനിയൻ്റെ ഒരു മോനുണ്ട്, എൻ്റെ കൂടെ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ വരും. അപ്പൊ അവനോട് സ്പിരിച്വലായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളി ഉടനെ തന്നെ വിഷയം മാറ്റും. അതിന് വലിയ താല്പര്യമില്ല. സൺഡേ ദിവസം പള്ളിയിൽ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. പുള്ളിയുടെ സ്ഥിരമുള്ള എക്സ്ക്യൂസ് ആണ്.
സൺഡേ ബാക്കി 6 ദിവസം വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം വെളുപ്പിനെ 3 മണിക്ക് ലോഗിൻ ചെയ്യുന്നു. അപ്പൊ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്ന ഒരു ദിവസം സൺഡേ ആണ്. അപ്പൊ ആ ദിവസം രാവിലെ കിടന്ന് ഉറങ്ങും. എന്നാൽ രാവിലെ എഴുന്നേറ്റ് ചർച്ചിൽ പോയി തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ള വേണം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പറഞ്ഞതാണ്, ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 50 ഇയേഴ്സിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പലരും ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ യുവതലമുറ, ചെറിയ നമ്മുടെ കൊച്ചുമക്കള്, അങ്ങനെയുള്ള കുറെ പേരുണ്ടാവും. അപ്പൊ ഇവിടുന്നുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പിള്ളേരും യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാണ്. ഗൾഫിൽ ഒരു കാലഘട്ടത്തിൽ പോയിരുന്നവർ തിരിച്ച് ഇന്ത്യയെ വരുമായിരുന്നു, ഇവിടെ വീട് വെക്കുമായിരുന്നു. ആ ട്രെൻഡെല്ലാം മാറിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന പിള്ളേര് അവരുടെ പേരൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകും. PR എടുത്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നെ ഇവിടെ ആരുമില്ല. അപ്പൊ ഒരു 50 വർഷത്തിന് ശേഷം ഇവിടെ ഞാൻ കണ്ട എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന ഒക്കെ ഏതാണ്ട് നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടുവരുന്നത്. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഞാൻ ഓസ്ട്രേലിയയിൽ കണ്ടിടത്തോളം അവരുടെ വർഷിപ്പും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പലരും ഡിസിപ്ലിനോടെ വരുന്നുണ്ട്, എല്ലാ സൺഡേയിലും ദൈവത്തെ ആരാധിച്ച് കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരുടെ തന്നെ ആരാധനയ്ക്ക് ഒരു സീരിയസ്നെസ് കാണുന്നില്ല എന്നൊരു ഇതുണ്ട്. പിന്നെ പലതും അവോയ്ഡ് ചെയ്യാൻ നമുക്കൊരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വർഷിപ്പ് അല്ലെ നമ്മുടെ പ്രെയർ ടൈമിലാണ് നമ്മൾ കയറി പിടിക്കുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ് പലരുടെയും ജീവിതത്തിൽ, പലർക്കും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ പല കാര്യങ്ങളും പ്രയോറിറ്റി വരുമ്പോൾ ഇത് ലാസ്റ്റ് പ്രയോറിറ്റി ആയി പോകുന്നു. അപ്പോ നമ്മളെല്ലാം അങ്ങനെ ആരാധനയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ ദീർഘക്ഷമ 130 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവമേ നിന്റെ ദീർഘക്ഷമയില്ലെങ്കിൽ ആർ നിലനിൽക്കും എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ യുവ തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ 2 മക്കളും ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാതെ അവര് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് കടന്നു പോകുന്നുണ്ട്. ഇളയമകനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ സൺഡേയിലും അനുഗ്രഹപ്രദമായ മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ കഴിഞ്ഞ മാസം വന്നിരുന്നു. അവന് 2 സൺഡേയില് അത്യാവശ്യം മെസ്സേജുകളൊക്കെ പറഞ്ഞു. വളരെ ലോജിസ്റ്റിക്കായിട്ടും അനുഗ്രഹപ്രദമായ മെസ്സേജുകളൊക്കെ പറഞ്ഞു. നമുക്ക് നമ്മുടെ അടുത്ത തലമുറയും 3rd ജനറേഷനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടാകട്ടെ. ആരാധനയിൽ നിന്ന് അകന്നു പോകുന്ന ജനതകളൊക്കെയും തിരിച്ച് ദൈവസേനയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാരംഭമായിട്ട് എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. തുടർന്ന് എന്തെങ്കിലും പെട്ടെന്ന് വല്ല ചിന്തകളും കടന്നു വന്നാൽ ഞാൻ തുടർന്ന് ഓർപ്പിക്കാം. സമയമുണ്ടെന്നുണ്ടെങ്കിൽ. ഈ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.